നമസ്കാരം. പൊളിടോക്സിലേക്ക് സ്വാഗതം. പൊളി ചേട്ടാ, പറഞ്ഞു. ഈ ചിറ്റപ്പന് യഥാർത്ഥത്തിൽ കച്ചവടം ഉണ്ടോ? പുളിക്കച്ചേട്ടൻ്റെ ചിറ്റപ്പനെ കുറിച്ചല്ല ചോദിക്കുന്നത്. നമ്മളെ ഇ പി ജയരാജൻ ചിറ്റപ്പൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിനൊറ്റ കേരളത്തിലൊറ്റ ചിറ്റപ്പനേ ഉള്ളൂ. അത് ഇ പി ജയരാജനാണ്. ജയരാജൻ എന്തെങ്കിലും ബിസിനസ്സുകളായിട്ട് അറിയാമോ? രാഷ്ട്രീയം മാത്രമേ ഒരു ബിസിനസ് ആയിക്കൊണ്ട്. രാഷ്ട്രീയ ഒരു ബിസിനസ്സായിട്ടുണ്ട്. പക്ഷേ ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് ഈ ജയരാജന് വലിയ ബിസിനസ്സുണ്ട്, ബിസിനസ് പങ്കാളിയാണ് ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ എന്നാണ് പുള്ളി 2 ദിവസമായിട്ട് ആരോപിക്കുന്നത്. അപ്പം ജയരാജൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു, എനിക്കൊരു ബിസിനസ്സും ഇല്ല, ഇനി അഥവാ അങ്ങനെ ഒന്ന് ബിസിനസ് ഉണ്ട് എന്ന് തെളിയിക്കുകയാണെങ്കിൽ എൻ്റെ സ്വത്ത് പൂർണ്ണമായും സതീശൻ എഴുതി കൊടുക്കാം. എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ബിസിനസ് ഉണ്ട് എന്ന് തെളിഞ്ഞാൽ സതീശന്റെ ഭാര്യയ്ക്ക് എഴുതി. ഇത്രയും ജനാധിപത്യ ബോധമുള്ള ഒരു മനുഷ്യനെ ജീവിതത്തിൽ കണ്ടില്ല. അല്ല, ഞാൻ പറഞ്ഞു ഇതൊക്കെ ഈ ഉള്ളവൻ എന്തിനാ എഴുതി കൊടുക്കുന്നത്, ഇല്ലാത്തത് അപ്പൊക്കെ എഴുതി തന്നു. നമ്മൾ പക്ഷേ അയാളെ ഉപദ്രവിക്കുന്നില്ലല്ലോ. ഇത് ഉപദ്രവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എഴുതിത്തരാന്ന് പറയുന്നത്. അല്ല, പക്ഷെ പുള്ളി ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമായി. പുള്ളി ഒരു ഉപദേശകനാന്ന് പറയുന്നുണ്ട്, പുള്ളി സമ്മതിക്കുന്നുണ്ട് ഇതിനൊക്കെ. ഈ റിസോർട്ടിന് വൈദേഹ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഉപദേശം ശരിക്കും പറഞ്ഞാൽ ഇ പി ജയരാജന് നൽകാം. കാരണം ഇ പി ജയരാജന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഇപ്പോഴും ഒരു വെടിയുണ്ടായിട്ട് നടക്കുന്നതാണ്. അപ്പൊ ചികിത്സ സംബന്ധിച്ച് അതിന്റെ അറ്റം കണ്ട ആളാണ്. പക്ഷെ ഇത് സുഖചികിത്സ, ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത് ഈ റിസോർട്ടിലൊക്കെ 1 ടൈം അല്ലെങ്കിൽ 3 ദിവസം പാക്കേജ് ടൂറിസ്റ്റുകൾ വരുന്ന സമയത്ത് നടത്തുന്ന ഒഴിച്ചിലാണ്. അല്ലാണ്ട് അതിനായാലും ഉപദേശം നൽകണമെങ്കിൽ ചേട്ടൻ വിചാരിക്കുന്ന പോലെ 1.5 മാസം 2 മാസം നീണ്ടു നിൽക്കുന്ന ആയുർവേദ ചികിത്സാ കേന്ദ്രം ഒന്നല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് വലിയ സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഒരു വലിയ റിസോർട്ടാണ്. അവിടെ സ്പായൊക്കെ ഉണ്ടാവും എല്ലാ റിസോർട്ടിലും. അതിന്റെ രാജീവ് ചന്ദ്രശേഖരുമായിട്ട് എന്നാ ബന്ധം എന്നുള്ളതാണല്ലോ ചോദ്യം. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഇതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല, രാജീവ് ചന്ദ്രശേഖരുമായിട്ടൊരു ബന്ധമില്ല. പക്ഷെ രാജീവ് ചന്ദ്രശേഖരന്റെ ഏജൻസിയാണ് ഇവിടുത്തെ സഹായങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. ഏജൻസി അല്ല, യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ഹോസ്പിറ്റാലിറ്റി വിങ്ങിന്റെ കീഴിലാണ് ഇപ്പോൾ ഈ വൈദേഹം റിസോർട്ട് പ്രവർത്തിക്കുന്നത്. അതൊരു ആകസ്മികമായി സംഭവിച്ചതല്ല. കാരണം ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് പുകച്ചേട്ടൻ ഓർമ്മയുണ്ടല്ലോ, 1.5 വർഷം മുന്നെയാണ് ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് അനധികൃതമായി കുറേ പൈസ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ടെന്നും ഇതിൽ ഇ പി ജയരാജന് വലിയ രീതിയിലുള്ള പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ആരോപണം ഉന്നയിച്ചത്, പാർട്ടിയിൽ ആരോപണം ഉന്നയിച്ചത് ഞങ്ങളെന്നല്ലല്ലോ, പത്രക്കാരും അല്ല, ഒരു പത്രക്കാരനും അല്ല. യഥാർത്ഥത്തിൽ അത് ഉന്നയിച്ചത് സാക്ഷാൽ പി ജയരാജനാണ്. 3 ജയരാജന്മാരാണല്ലോ ഈ കണ്ണൂരിലുള്ളത്. അതിലുള്ള ഒരു ജയരാജൻ മറ്റൊരു ജയരാജനെതിരെ ഉന്നയിച്ച ആരോപണമാണിത്. പാർട്ടിയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഈ വിഷയം, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. തുടർന്നാണല്ലോ അതിലെ മാറ്റങ്ങളൊക്കെ. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തലശ്ശേരിക്കാരനായ ഒരു ജയരാജ് എന്ന് പറഞ്ഞ കക്ഷി അപ്പൊ ചോദിക്കും, ഈ ഇദ്ദേഹത്തിന് എന്താണ് ഈ ബന്ധം, തലശ്ശേരി ബന്ധം എന്താന്ന് വെച്ചാൽ, ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യ വീട് എന്ന് പറയുന്നത് തലശ്ശേരിയാണ്. PPL നമ്പ്യാരുടെ മകളാണല്ലോ രാജീവ് ചന്ദ്രശേഖരന്റെ. ആകാൻ പാടില്ലെന്നില്ലല്ലോ രണ്ടുപേരുടെയും ഭാര്യ. അങ്ങനെ അതുകൊണ്ടല്ല. പക്ഷെ ഇദ്ദേഹം പറയുന്നതിൽ ന്യായമില്ലായ്മ എന്ന് പറയുന്നത്, എനിക്ക് അതുമായിട്ടൊരു ബന്ധമില്ല, എനിക്ക് ബിസിനസ് ഇല്ല, എന്റെ ഭാര്യക്ക് അതിലൊരു രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ കണ്ടിട്ടില്ല, ഫോണിൽ സംസാരിച്ചിട്ടില്ല. എനിക്ക് രാജീവ് ചന്ദ്രശേഖരനെ അറിയാവുന്നത് പത്രത്തിൽ വന്ന പടം കണ്ടിട്ടാണെന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് അതിലൊരു സന്തോഷം തോന്നിയത്, ഇപ്പോഴും പത്രം വായിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട്. ചെറിയ സംഭവമല്ലല്ലോ. ഇപ്പൊ എല്ലാരും വാട്സപ്പും ടിവിയും സോഷ്യൽ മീഡിയ പത്രം കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളാണ് ഇ പി ജയരാജൻ. നല്ല സ്വഭാവമാണ്. കുറച്ച് ആൾക്കാരെങ്കിലും പത്രം വായിക്കുന്നവരുണ്ടല്ലോ എന്ന് നമുക്ക് സമാധാനം നൽകുന്ന പത്രക്കാർക്കൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇദ്ദേഹം ഇത് യഥാർത്ഥത്തിൽ ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല എന്നത്. BJPക്ക് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ എന്നുള്ള ആ പ്രയോഗത്തിലാണ് തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ BJPക്ക് പിന്നെയും പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. രാജീവ് ചന്ദ്രശേഖരും അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ വി മുരളീധരൻ, പിന്നീട് പിന്നെ സ്ഥാനാർത്ഥി എന്ന് പറയാവുന്നത് ഇദ്ദേഹമാണ്, അത് സുരേഷ് ഗോപി ആയിരുന്നു. വളരെ കുറച്ച്, ശോഭാ സുരേന്ദ്രൻ, സുരേഷ് ഗോപി, പിന്നെ വി മുരളീധരൻ, പിന്നെ ആരാണ്, കോഴിക്കോട് രമേശ്, പിന്നെ അങ്ങനെ കുറച്ച് സ്ഥാനാർത്ഥികളെ മാത്രം തീരുമാനിച്ച സമയത്താണ് ഇ പി ജയരാജൻ പറയുന്നത് അതിപ്രഗത്ഭരായ സ്ഥാനാർത്ഥികളാണ് BJPയുടേത് എന്ന്. അവിടെയാണ് മനസ്സിലാവുക. അപ്പൊ അതിൽ പ്രഗത്ഭരായ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരാളെ ഉണ്ടു, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ട് അല്ല, പക്ഷെ ഇപ്പൊ ജയരാജൻ അത് മാറ്റി പറഞ്ഞല്ലേ. ഈ പണ്ടൊരു പത്രത്തിലേ
ഈ മരിച്ച തെറ്റി മരണവാർത്ത കൊടുത്തു. അപ്പൊ പിറ്റേ ദിവസം തിരിച്ചു കൊടുക്കണമല്ലോ സ്വാഭാവികമായിട്ട്. മരിച്ചിട്ടില്ല എന്ന് അറിയിക്കുന്നതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ കൊടുത്തേ. ഇപ്പൊ ജയരാജൻ പറയുന്നത് അങ്ങനെ പ്രമുഖരാരും BJP-യിൽ ഇല്ല എന്ന് പറയുന്നതിൽ ഖേദിക്കുന്നു. അങ്ങനെയല്ല പുള്ളി പറഞ്ഞതിന് വേറൊരു രീതിയിലാണ് പറഞ്ഞത്. അതായത് BJP-ക്ക് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ ഉണ്ടെന്നും അതിനാൽ നമ്മൾ കുറച്ചും കൂടി വിജിലന്റ് ആവേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. അതാണ് താത്വികമായ അവലോകനം. അതെ 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 അതെ. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ CPM-നെ EP ജയരാജൻ വെട്ടിലാക്കി എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഇത്രയും പിന്നീട് പിണറായി തന്നെ അദ്ദേഹത്തിനെതിരെ പറയുന്നത്. EP പറയുന്നതൊക്കെ ഇങ്ങനെ ഓരോ തമാശകളാണല്ലോ. EP പറയുന്ന കേട്ടില്ലേ, നന്ദകുമാറിന്റെ ഞാൻ കണ്ടിട്ടില്ല, നന്ദകുമാറിന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. അത് പത്മജ വേണുഗോപാലിനെയും ദീപ്തി മേരിയെയും ഒക്കെ ഇവിടെ തൃക്കാക്കര ഇലക്ഷന്റെ സമയത്ത് ഇതിന്റെ യാത്ര ചെയ്യുന്ന സമയത്ത് അതിൽ പങ്കെടുക്കാൻ നടന്നല്ലോ. ജാഥ വന്ന സമയത്ത്, പിണറായിയുടെ ജാഥ വരുമ്പോ, അല്ല ഗോവിന്ദ മാസ്റ്റർ ജാഥ വരുമ്പോ അതിൽ പങ്കെടുക്കാതെ കുറെ നാൾ നടന്നില്ലേ? തൃശ്ശൂർ വരെ നടന്നു. തൃശ്ശൂർ വരെ ഞാൻ ഇതൊന്നും അന്ന് പോയത് നന്ദകുമാറിന്റെ വീട്ടിലല്ലേ? അതെ, ഏതോ കൃത്യമായ ആ തുടങ്ങുന്ന ദിവസം. അതെ. അത് മാത്രല്ല, ഈ ജയരാജന്റെ ഈ പറയുന്ന നന്ദകുമാറുമായിട്ട് ഇദ്ദേഹം പലപ്പോഴും കാണുകയും സംസാരിക്കുകയും പല രീതിയിലുള്ള പൊളിറ്റിക്കൽ ചർച്ച നടത്തുകയും പലതിനും ഇടനിലക്കാരനാക്കുകയൊക്കെ ചെയ്തു. കൃത്യമായിട്ട് പറയുന്നത് പക്ഷെ അയാൾ പറയാൻ പറ്റില്ല. നന്ദകുമാർ പക്ഷെ ഭയങ്കര തമാശ പറഞ്ഞാല്, ഈ അദ്ദേഹത്തിന് നന്ദകുമാറിനെ അറിയാം, പക്ഷെ ദല്ലാൾ നന്ദകുമാറിനെ ചിലപ്പോൾ പുള്ളിക്ക് വലിയ നിശ്ചയമുണ്ടാവില്ല. കാരണം എൻ്റെ പേര് അതല്ലല്ലോ എന്നുള്ളതാണ്. എൻ്റെ പേര് ദല്ലാൾ നന്ദകുമാർ എന്നല്ല, എൻ്റെ പേര് വെറും നന്ദകുമാറാണ്. ഈ നന്ദകുമാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ജയരാജൻ നന്നായിട്ട് അറിയാം. ജയരാജൻ ചിലപ്പോൾ വീണ്ടും നാളെ വാർത്താ സമ്മേളനം നടക്കും. എനിക്കറിയാത്ത ദല്ലാൾ നന്ദകുമാറിനെയാണ്, എനിക്ക് വെറും നന്ദകുമാറിനെ അറിയില്ല എന്നുണ്ട്. അതുകൊണ്ട് ജയരാജൻ പറയുന്നതിൽ അർത്ഥമില്ല. ഇത് യഥാർത്ഥത്തിൽ ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് റിസോർട്ടിൻ്റെ ഭൂമി എടുത്ത തൊട്ട് അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെയുള്ള പാർട്ടിക്കാരെ എതിർത്തിരുന്നു. അവിടെ കണ്ടൽക്കാടുകൾ കത്തിച്ചതും വെട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ട് അവിടെ പരിസ്ഥിതിവാദികളായ CPM-കാരെ ഇതിനെ എതിർത്തിരുന്നു. പലരും ഇപ്പോൾ പാർട്ടിയായിട്ട് ബന്ധം പോലുമില്ല ഈ വിഷയം കാരണം. ജയരാജൻ അതിൽ കൃത്യമായതുകൊണ്ട് എന്താ പറഞ്ഞിരുന്നത്, ഈ പിണറായിൻ്റെ ഭാര്യ റിട്ടയർമെന്റ് ആയപ്പോൾ ഒരു കമ്പനി, ചെറിയൊരു കമ്പനി തുടങ്ങിയത്, അതാണ് എക്സാലോജിക്. അതുപോലെ ജയരാജന്റെ ഭാര്യ റിട്ടയർ ആയപ്പോൾ അവർക്ക് കിട്ടിയ പൈസയൊക്കെ ചേർന്നാണ് ഈ റിസോർട്ടിന് വേണ്ടി നിക്ഷേപിച്ചതെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടാവും. ജില്ലാ ബാങ്കിൽ നിന്ന് മാനേജറായി റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ പൈസയാണ് റിസോർട്ടിന് വേണ്ടി നിക്ഷേപിച്ചത്. ചെറിയൊരു കുറച്ച് ഷെയർ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനുമായിട്ട് യാതൊരു ബന്ധവും, ഒരു ബന്ധമില്ലാത്തൊരു സ്ഥാപനത്തിന് എങ്ങനെയാണ് ഉപദേശകനായിട്ട് ജയരാജൻ വരും? ജയരാജൻ എന്താ കുറെ കാലമായിട്ട് ഈ ഇത്തരത്തിലുള്ള ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളോ? എങ്ങനെയാ രാഷ്ട്രീയ പറയാൻ പറ്റുന്നത്? ഈ മുഖ്യമന്ത്രി ഉപദേശിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും ബന്ധം? അതുപോലെയല്ല റിസോർട്ടിന്റെ മൊത്തം നടത്തിപ്പിന് ഉപദേശകനായിട്ട് വരിക എന്ന് പറയുന്നത് ഈ റിസോർട്ട് നടത്തിപ്പോയി എന്തെങ്കിലും തരത്തിൽ ബന്ധം വേണം. അല്ലെങ്കിൽ ആയുർവേദ ഈ സ്പായൊക്കെ നടത്തിയിട്ടുള്ള നേരത്തെ എന്തെങ്കിലും ബന്ധം വേണം. ഒരു ബന്ധമില്ലാത്ത ഒരാളിനെ പിടിച്ചിട്ട് ഉപദേശകനായിട്ട് ഇരുത്താൻ പറ്റുമോ? അത് എക്സ്പേർട്സിനെ കണ്ടെത്തി അങ്ങനെ ഒരാളെ വെറുതെ ഇരുത്തി പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താണ് കുഴപ്പം? അല്ല, ഇദ്ദേഹം ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് ഭാരിച്ച ചുമതല പാർട്ടിയിലുണ്ട്. അദ്ദേഹം കുറച്ചു കാലമായിട്ട് LDF-ന്റെ കൺവീനറാണ്. നേരത്തെ CPM-ന്റെ വളരെ പ്രമുഖ നേതാവാണ്. അതിനു മുന്നേ മന്ത്രിയായിരുന്നു. LDF-ന്റെ കൺവീനർ ആണെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ല, ഇതൊക്കെ ഇത്രയൊക്കെ പോസ്റ്റുകളിൽ ഇരിക്കുകയും വലിയ ഭാരിച്ച ചുമതലയൊക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനാണ് ഒരു ചെറിയൊരു റിസോർട്ടിന്റെ ഉപദേശകനായിട്ട് പോയിരുന്നത്. അതിന് തെറ്റല്ലേ അത്? നേരത്തെ ആയിരുന്നു ഇങ്ങനെ ഒരു പാർട്ടിയിൽ ഇങ്ങനെ ഒരാൾ ഇത്തരത്തിലുള്ള വലിയ സ്ഥാപനത്തിന്, കോർപ്പറേറ്റുകളുടെ സ്ഥാപനത്തിന് ഉപദേശകനായിട്ട് ഇരുന്ന ആളെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകില്ലേ? അപ്പോൾ കാലം മാറിയില്ല. കാലം മാറി. ഗൗരവമൊക്കെ ഇതിന്റെ നടപടി എടുത്തുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അറിയാലോ, എന്നെക്കാൾ അറിയുന്നതാണ്. അല്ല, അതാ പറഞ്ഞ ഇതൊക്കെ കാലം മാറിയില്ല. പണ്ടുണ്ടത് ഉറങ്ങിയതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലല്ല, പാർട്ടി തന്നെയാണെന്ന്, പാർട്ടിക്ക് ഒരു മാറ്റമില്ല എന്നാണ് പറയുന്നത്. ആളുകൾക്കാണ് ജനങ്ങളില്ല, ഉണ്ടാവില്ല. അത് അതിലേക്കാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. അതുകൊണ്ട് ഇതില് യഥാർത്ഥത്തിൽ BJP-യും അതുപോലെ തന്നെ LDF-ഉം തമ്മിലാണ് ഇവിടെ മത്സരം എന്ന് പറഞ്ഞത് ആണല്ലോ ഇദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വലിയ പൊളിറ്റിക്കൽ തമാശ എന്ന് പറയുന്നത്. എവിടെയാണ് യഥാർത്ഥ പൊളിറ്റിക്കൽ തമാശയല്ല, പുള്ളി വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. അല്ല, നമ്മൾ കേൾക്കുമ്പോൾ തമാശ. അപ്പൊ പലപ്പോഴും ഈ ചില സിനിമകളിലൊക്കെ തിലകനൊക്കെ ഞാനെപ്പോഴും അത് പിണറായി വിജയന് ഗോവിന്ദ മാഷൊക്കെ തിരുത്തിയപ്പോഴേ ഞാൻ അതൊക്കെ ജയരാജന്റെ ഒരു തമാശയല്ലേ എന്ന് മാത്രമേ പറയേണ്ട കാര്യമുള്ളായിരുന്നു, തിരുത്തേണ്ട കാര്യമില്ലായിരുന്നു. തിരുത്തിയപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായി അത് ശരിയാണല്ലോ, കുഴപ്പമാണല്ലോ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കരമന ചേർന്നാല് പറയുന്നുണ്ട്, ഈ കള്ളക്കടത്ത് നടത്തിയിട്ട് മാന്യമായി ജീവിക്കാൻ പറ്റിയ സാഹചര്യമാണ് ഇവിടെ ഈ നാടോടിക്കാറ്റിൽ. അതുപോലെ ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും നടത്തിയിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നുള്ളതാണ് ഇനി ജയരാജനായിട്ട് വരാനുള്ളത്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇനി വരാൻ ബാക്കിയില്ല. പക്ഷേ ജയരാജൻ ഉണ്ടാക്കി വെച്ച കൺഫ്യൂഷൻ അതിൽ നിന്ന് മറികടക്കണമെങ്കിണ്ടല്ലോ 40 ദിവസം ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. കാരണം 41 ദിവസമാണല്ലോ വ്രതം എന്ന് പറയുന്നത്. അതുകൊണ്ട് 40 ദിവസമൊക്കെ കഴിയുമ്പോഴേക്ക് ഇതിനെ മറികടന്നങ്ങ് പോകാൻ പറ്റുമായിരിക്കും.
അതുകൊണ്ട് തൽക്കാലം നമുക്ക് ജയരാജൻ ഇതിന് ഇപ്പം പണി മേടിക്കില്ലെങ്കിൽ പോലും ഭാവിയിൽ CPM വലിയ രീതിയിൽ ജയരാജന് വലിയ തോതിലുള്ള അബദ്ധമാണ് പറ്റിയിരിക്കുന്നത്. ഇതിന്റെ പൊളിറ്റിക്കൽ ഫ്രെയിമിൽ അദ്ദേഹത്തിന്റെ ഗ്രാഫ് ശരിക്കും പറഞ്ഞാൽ നേരത്തെയൊക്കെ പല മുഹമ്മദ് അലി വിഷയം വന്നപ്പോഴും പൊളിറ്റിക്കൽ ഗ്രാഫിൽ അദ്ദേഹത്തിന് വലിയ ഇടിച്ചിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ ഇടിച്ചിൽ സംഭവിച്ചു എന്നുള്ള പിന്നെ സതീശന് അദ്ദേഹത്തിന്റെ സ്വത്ത് മൊത്തം എഴുതി കൊടുക്കുവോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്വത്ത് പിന്നെ VD സതീശന്റെ ഭാര്യയ്ക്ക് എഴുതി കൊടുക്കുവോ എന്നൊക്കെ എന്നല്ല വിഷയം. അത്തരത്തിലുള്ള പ്രയോഗം തന്നെ യഥാർത്ഥ തെറ്റാണ്. ഏത് എൻ്റെ സ്വത്ത് മൊത്തം എഴുത്തുന്നേക്കാ നിങ്ങൾ മുദ്ര പേപ്പറുമായിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞിരുന്നത് എവിടെയോ ചില ഇത് മറ്റേ അൻവർ നിയമസഭയിൽ സതീശനെതിരെ ഉന്നയിച്ച ആരോപണത്തെക്കാൾ തമാശയായി. അതെ, 150 കോടിയുടെ കള്ളപ്പണ ഇടപാട് നടത്തി അത് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. ഇന്നലെ ഇല്ല ഇതിന്റെ അത് പറയുമ്പോഴാണ് കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം വിജിലൻസും മറ്റു കാര്യങ്ങളും ഇവിടെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. 150 കോടി എന്ന് പറഞ്ഞ ചില്ലറ പൈസയാണ്. 150 കോടിയുടെ കള്ളപ്പണ ഇടപാട് VD സതീശൻ നടത്തിയിട്ടുണ്ട് എങ്കിൽ VD സതീശൻ അന്ന് അറസ്റ്റ് ചെയ്യാൻ സംവിധാനം ഉണ്ടാക്കേണ്ടത്. ഇവരുടെ കയ്യിൽ തെളിവുണ്ട്. അതല്ലേ ആദ്യം കൊണ്ടുവരേണ്ടത്, അന്ന് തീർക്കണ്ടേ അതിനെ. പിന്നെ VD സതീശൻ പിന്നെ പ്രതിപക്ഷ നേതാവായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. അത് ജപ്പാൻ കാർമേഘം തടുത്തു എന്ന് പറയുന്നവരേ ഉള്ളൂ. അല്ല, ഇവിടെ മഴ പെയ്യുന്ന അങ്ങനെയാണ്. ഇവിടുന്ന് അങ്ങനെയാണ് ജപ്പാൻ കുടിവെള്ളം കിട്ടുന്നത്. അതെ, ജപ്പാൻ കുടിവെള്ളം നമ്മളെ കൊണ്ടുവന്നത് ആ കണ്ടുപിടിച്ച ആളാണ് PV അൻവർ. PV അൻവറിന് അങ്ങനെ അതും പറയാം. പക്ഷെ ഭരണകക്ഷിയിലുള്ള ഒരു MLA നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളാണിത്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ആദ്യം ജയരാജൻ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് യഥാർത്ഥത്തിൽ ഇപ്പം നടപടി എടുക്കേണ്ടത് ആർക്കെതിരെയാണ്. അത് വലിയ ഇലക്ഷനിൽ വലിയ നേട്ടമല്ലേ? പിന്നെ പൊന്നാനിയിൽ തോറ്റുപോകില്ലേ? അല്ല, എല്ലായിടത്തും തോറ്റുപോകില്ല. സതീശനും UDF മൊത്തം തോറ്റുപോകില്ലേ? കേരളത്തിലെ ചിലപ്പോൾ 20 മണ്ഡലങ്ങളിൽ തോറ്റുപോകും. ഇത് വലിയ അഴിമതി തെളിയിക്കാൻ പറ്റും. പക്ഷെ ഇത്തരത്തിലുള്ള ഉണ്ടയില്ലാത്ത വെടിയൊക്കെ വെച്ചിട്ട് ജയരാജന് നേരത്തെ യഥാർത്ഥ വെടി കൊണ്ടതാണ്. അപ്പോൾ ഈ ഉണ്ടയില്ലാത്ത വെടികളൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ജയരാജൻ അതിനെ അത്രയും സീരിയസ് ആയി എടുക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ നമ്മള് തോൽക്കുമെന്ന് കണ്ടാൽ, മറ്റെവിടെയോ തോൽക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ എടുത്തുകൊണ്ട് പരിചയ തീർക്കുന്നതൊക്കെ രാഷ്ട്രീയത്തിന് നല്ലതല്ല. ജനങ്ങൾക്കൊക്കെ പണ്ടൊക്കെ എന്ത് കേട്ടാലും ആളുകൾ വിശ്വസിക്കായിരുന്നു. ഇന്നത്തെ ആളുകൾ അപ്പം തന്നെ ഫാക്ട് ചെക്ക് എന്നൊരു പരിപാടിയുണ്ട്. അപ്പം തന്നെ അത് ഫാക്ട് ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ചിട്ട് തന്നെയാണ് ആളുകൾ തീരുമാനത്തെത്തുക. അതുകൊണ്ട് ഉത്തരം മുട്ടുമ്പോൾ മണ്ണുവാരി അറിയരുത്. പൂഴി അത് നിങ്ങൾക്ക് കണ്ണൂർ ഞങ്ങൾ മണൽ